പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ഷാഫിക്ക രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരും സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുന്ന, ആരാധിക്കുകയും ചെയ്യുന്ന, നമ്മുടെ ആരാധിക്കുന്നില്ല ഇഷ്ടപ്പെടുന്ന അതെ ഇഷ്ടപ്പെടുന്ന എനിക്ക് അങ്ങോട്ടാണ് ഇഷ്ടം. പിന്നെ നമ്മുടെ ഷാഫിക്കാരുടെ വീട്ടിലാണ്. അപ്പൊ പെരുന്നാളായിട്ട് എല്ലാ പെരുന്നാൾക്കും അദ്ദേഹം ഇവിടെ വീട്ടിൽ ഉണ്ടാകാറുണ്ട്, നാട്ടിലും ഉണ്ടാകാറുണ്ട് അല്ലെ ഷാഫിക്ക? എല്ലാ പെരുന്നാൾക്കും അത് വല്യമ്മയുള്ള കാലം തൊട്ട് എല്ലാ മക്കളും പേരക്കുട്ടികളും എല്ലാവരും കൂടെ ഒത്തുകൂടലുണ്ട്. തറവാട്ടിലാണ് ഉണ്ടാവുക. രാവിലെ പള്ളിയിൽ പോയി വന്നിട്ട് എല്ലാവരും കൂടെ തറവാട്ടിൽ പോകും. അത് ഇതുവരെ മുടങ്ങിയിട്ടില്ല. കഴിഞ്ഞ തവണ പിന്നെ എലക്ഷൻ ദിവസങ്ങളായതുകൊണ്ട് ആ ഒരു ദിവസം മാത്രം ചെറിയ പെരുന്നാൾക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. ബാക്കി എല്ലാ പെരുന്നാൾക്കും മുടങ്ങാതെ ഇവിടെ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്രാവശ്യം വന്നു. അപ്പം ഇപ്രാവശ്യത്തെ പെരുന്നാൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എലക്ഷൻ ചൂടറിയാലോ, അതിൻ്റെ ഇടയിലായിരുന്നു. ഇപ്രാവശ്യം ആദ്യം വടകരയിലെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. പിന്നെ നാടിനും പാലക്കാടിനും മാത്രമല്ല കേരളത്തിലെ എല്ലാവർക്കും അപ്പോൾ നാടിനും പാലക്കാടിനും ബാക്കി എല്ലാവർക്കും പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ നേരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്നതിലപ്പുറം, ഒരു MP എന്നതിലപ്പുറം കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ഷാഫി പറമ്പിൽ. എൻ്റെ നാടായ കാരക്കാട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും വീട്. എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ മാത്രമേ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള ദൂരമുള്ളൂ. ഇന്ന് പെരുന്നാളായതുകൊണ്ട് അദ്ദേഹം വീട്ടിൽ കാണുമെന്നുള്ളതുകൊണ്ട് എൻ്റെ സുഹൃത്തും ഒരുമിച്ച് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയതാണ്. അപ്പോഴാണ് രാഷ്ട്രീയത്തിനപ്പുറം ഒരുപാട് പാർട്ടിയിലെ ആളുകൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീട്ടിലിങ്ങനെ തടിച്ചു കൂടിയതായി കണ്ട്. രാഷ്ട്രീയത്തിനപ്പുറം കേരളത്തിലെ ഇന്ന് യുവാക്കളുടെ ഏറ്റവും വലിയ ട്രെൻഡായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് മിസ്റ്റർ ഷാഫി പറമ്പിൽ. മുൻനിര സിനിമ സെലിബ്രിറ്റികൾക്ക് കൊടുക്കുന്ന ഒരു സ്ഥാനമാണ് കേരളത്തിലെ യുവാക്കൾ ഷാഫി പറമ്പിലിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ കാണാൻ വീട്ടിലിങ്ങനെ നിരന്തരം ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ കോൺഗ്രസിന് വേണ്ടി ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും ജയിക്കും എന്ന് 100% ഉറപ്പുള്ള ഒരു നേതാവ് കൂടിയാണ് ഷാഫി പറമ്പിൽ. അത് അദ്ദേഹത്തിന്റെ ഈ രാഷ്ട്രീയത്തിലുള്ള ഒരു പ്രവർത്തന മികവും സംസാര ശൈലിയും കൂടിയാണ്. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ സ്പീച്ചിന്റെ അടിയിൽ ഒരുപാട് കമന്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു മാർക്സിസ്റ്റുകാരനാണ്, എന്നാൽ കൂടി ഞാൻ ഷാഫി പറമ്പിലിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരുപാട് കമന്റുകൾ, അദ്ദേഹത്തെ പേഴ്സണൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ എഴുതുന്ന ഒരുപാട് കമന്റുകൾ നമ്മൾ നിരന്തരം കണ്ടിട്ടുണ്ട്. ഏതൊരു വ്യക്തിയെയും തന്നിലേക്ക് ആകർഷിച്ചെടുക്കാനുള്ള ഒരു സംസാര ശൈലി തന്നെ നമ്മുടെ ഷാഫി പറമ്പിലിന് ഉണ്ട് കേട്ടോ. ഏകദേശം എൻ്റെ അതേ പ്രായക്കാരനാണ് ഷാഫി പറമ്പിൽ. ഞങ്ങൾ ഒരുമിച്ച് ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ഒരുപാട് ക്രിക്കറ്റുകളൊക്കെ കളിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വിക്കറ്റ് എടുക്കാനുള്ള ഒരു ഭാഗ്യവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിനപ്പുറം ലക്ഷക്കണക്കിന് ആളുകൾ എന്നെപ്പോലെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ഷാഫി പറമ്പിൽ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തിട്ടോ.